വന്ന ഒരു പ്രതികരണത്തിലേക്കാണ് ന്യൂസ് റൂം ലൈവ് ആദ്യം കടക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ച് നിർത്തിയതിനോടുള്ള മന്ത്രി പി രാജീവിന്റെ പ്രതികരണമാണത്. കാണാം. അദ്ദേഹം മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനം അത് അംഗീകരിച്ചു. അത് സാധാരണത്തിൽ അതിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കാവുന്നതാണ്. അങ്ങനെ വായിച്ചാലും അത് സഭാരേഖയുടെ ഭാഗമായി. നയപ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണ്. ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചതിന് തുല്യം തന്നെയാണ്. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി എന്ന് തോന്നുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് വായിക്കാതിരുന്നതാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നന്നായി തന്നെ നിർവഹിച്ചല്ലോ. അല്ല, ഇതിൽ വേറെ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. അതിന്ന് അദ്ദേഹം അവിടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചു. അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ്. പിന്നെ അവസാനത്തെ വായിച്ച ഭാഗത്തിനകത്ത് അതിന്റെ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനശില, ഫെഡറലിസം, ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം സഭയിൽ അങ്ങനെ വായിക്കാം. ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും വായിക്കാം. ചിലപ്പോൾ ഞങ്ങളും മന്ത്രിമാരും വയ്ക്കുമല്ലോ, അതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം. എന്തായാലും ഭരണഘടനാപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതല നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫെഡറലിസത്തിന് ശക്തിപ്പെടുത്തുന്ന അവസാനം അദ്ദേഹം വായിക്കാൻ തന്നെ എന്താ അതിന്റെ അർത്ഥം? എല്ലായിടത്തിലും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള സ്വയംഭരണത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെതുമായിട്ടുള്ള പദവികളുണ്ട്. ആ ഭരണഘടനാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഫെഡറലിസത്തിനകത്തുള്ളത്. അതിലെല്ലാ ഭാഗവും വരും. അപ്പൊ അതിനകത്ത് നയപ്രഖ്യാപനം പൊതുവെ സർക്കാരിന്റെ കാഴ്ചപ്പാടുകളാണ്. ഓരോ മേഖല എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ഭരണഘടനാനുസൃതമായിട്ടുള്ള മൂല്യങ്ങൾ ഞങ്ങൾ എങ്ങനെ മുറുകെ പിടിക്കുന്നു, ഞങ്ങളുടെ നയപരമായ രാഷ്ട്രീയമായിട്ട് കാഴ്ചപ്പാട് എന്താണ്, അതെല്ലാം അതിമനോഹരമായി തന്നെ നയപ്രഖ്യാപനത്തിനകത്തുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. നിയമസഭയിൽ കണ്ടത് ഗവർണറുടെ അസാധാരണ നടപടിയാണ്. നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ ഗവർണർ അവസാനിപ്പിക്കുകയായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് അവസാനിപ്പിച്ചതോടെ സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാതയിൽ തന്നെയെന്ന് വ്യക്തമാക്കുകയാണ് ഗവർണർ. സർക്കാരിന്റെ നേട്ടങ്ങളോ കേന്ദ്ര വിമർശനങ്ങളോ ഗവർണർ വായിച്ചിട്ടില്ല. Chief Minister, Ministers, Leader of the Opposition and members, it is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. നേരത്തെ നിയമസഭയിൽ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചപ്പോൾ മുഖത്ത് നോക്കാനോ കൈ കൊടുക്കാനോ ഇരുവരും തയ്യാറായില്ല. തിരിച്ചു പോയപ്പോഴും മുഖം കൊടുക്കാൻ തയ്യാറായിട്ടില്ല.
സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് സഭയിൽ നടന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിഷേധിച്ച ഗവർണർ നിയമസഭയെ അവഹേളിച്ചു. കേന്ദ്ര വിമർശനങ്ങൾ ഒന്നും ഉൾക്കൊള്ളാതെയാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും കേന്ദ്ര ഏജൻസികളെ പേടിച്ച് മുഖ്യമന്ത്രി ഡൽഹി സമരത്തെ സമ്മേളനമാക്കി മാറ്റിയതായും സതീശൻ കുറ്റപ്പെടുത്തി. നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത്. അതിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യവുമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ, എന്തായാലും അസാധാരണ നയപ്രഖ്യാപനം കഴിഞ്ഞ് 2 മണിക്കൂറാകുമ്പോൾ ഏത് രീതിയിലാണ് സർക്കാർ കേന്ദ്രങ്ങൾ നിലവിലെ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? പി രാജീവിന്റെ പ്രതികരണം വന്നിട്ടുമുണ്ടല്ലോ. നിയമകാര്യമന്ത്രി പി രാജീവും പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണനുമാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം നടത്തിയത്. റവന്യൂ മന്ത്രി കെ രാജനും പ്രതികരിച്ചിരുന്നു. സർക്കാരിന്റെ ഒരു പൊതു വിലയിരുത്തൽ ഗവർണറുടേത് ഒരു പ്രതിഷേധ നടപടിയായി കാണേണ്ട, അങ്ങനെയുള്ള പ്രചരണവും വേണ്ട. ഗവർണർ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചതോടുകൂടി നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിച്ചുവെന്ന് തന്നെ രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഗവർണറുടേത് ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു പ്രതിഷേധം ഗവർണറുടെ ഭാഗത്തുണ്ടായെന്ന വിലയിരുത്തൽ വേണ്ട എന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ഈ ഇടത് നിയമസഭാ കക്ഷി യോഗത്തിൽ നൽകിയത്. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന കാര്യം അറിയില്ലോ എന്നൊരു പരാമർശം കൂടി മുഖ്യമന്ത്രി നടത്തിയതായുള്ള സൂചനകളുണ്ട്. മന്ത്രിമാർ പലരും ആ രീതിയിലാണ് പ്രതികരിച്ചത്. ഗവർണർക്ക് സാധാരണ ഇതിന് ആരോഗ്യ പ്രശ്നമുള്ളവരാണ് ഇത്തരത്തിൽ പ്രസംഗം പൂർണ്ണമായി വായിക്കാതെ പോകുന്നത്. ഗവർണർക്ക് അത്തരം പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല, അത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടതെന്ന പരാമർശം മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തി. അതായത് ഗവർണറുടെ ഇത്തരം ഒരു പ്രതിഷേധ നീക്കത്തെ കാര്യമായി കാണേണ്ട, ലളിതവത്കരിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ഗവർണർ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, ഗവർണർക്കെതിരെ വിമർശനം, സർക്കാരിന്റെ വിമർശനം ഉണ്ടായിരുന്ന ചോദ്യത്തിന് മന്ത്രി പി രാജീവിന്റെ മറുപടിയും ഒരു കൗതുകകരമായിരുന്നു. ഗവർണർക്കെതിരെ വിമർശനം, ഫെഡറലിസം അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ച അവസാന പാരഗ്രാഫിൽ അത് ആറ്റിക്കുറുക്കി, നയപ്രഖ്യാപനത്തിന്റെ അന്തസത്ത അവസാന പാരഗ്രാഫിൽ ആറ്റിക്കുറുക്കി വച്ചിട്ടുണ്ട്. അത് വായിക്കുന്നവർക്ക് മനസ്സിലാകും. ഫെഡറലിസം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ എന്ത് കാര്യത്തിലാണ് ഉദ്ദേശിക്കുന്നത്? ഗവർണർക്കെതിരെ പേരെടുത്തവർ വിമർശനമില്ലെങ്കിലും കേന്ദ്രത്തിനും ഗവർണർക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ആ പാരഗ്രാഫിലുള്ളതെന്ന വിലയിരുത്തലാണ് മന്ത്രി പി രാജീവ് നടത്തിയത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെ കാര്യമായ വിമർശനമില്ല എന്ന പ്രതിപക്ഷ ആക്ഷേപത്തെയും സർക്കാർ തള്ളുകയാണ്. ഗവർണർ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നിർവഹിച്ചു, അതിനുള്ള അവസരം സർക്കാർ ഒരുക്കിക്കൊടുത്തു. അതിനപ്പുറത്തേക്ക് ഗവർണറുടെ ഇന്നത്തെ ഈ 1.5 മിനിറ്റ് പ്രസംഗത്തെ കാര്യമായി കാണേണ്ട എന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളത്. നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് അക്കാര്യം ആ രീതിയിൽ കാര്യങ്ങൾ കണ്ടാൽ മതി. ഒരുപക്ഷെ സഭയിലെ പ്രസംഗങ്ങളിലടക്കം ഭരണപക്ഷം ആ നിലപാടാകും സ്വീകരിക്കുക. ശരി, അനുളിലേക്ക് എത്താം. എന്തായാലും നയപ്രഖ്യാപനം ചുരുക്കിയതിൽ തെറ്റില്ല എന്നും ഗവർണറുടെ ഇഷ്ടാനുസരണം ചെയ്യാമെന്നും മന്ത്രി കെ രാധാകൃഷ്ണനും പ്രതികരിച്ചു. അത് അങ്ങനെ പതിവുണ്ടല്ലോ, അസാധാരണമായ ഒരു സംഭവമല്ല. ഗവർണർമാര് നമ്മുടെ ഗവർണർ അഡ്രസ്സിൽ ആദ്യത്തെ ഒരു ലൈൻ വായിച്ച് അവസാനം ഒരു ലൈൻ വായിച്ച് അവസാനിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറിയ പ്രസംഗം ആദ്യമാണ് അല്ലല്ലോ, 1.5 മിനിറ്റ് ആദ്യമാണ്. നേരത്തെ 6 മിനിറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് ഗവർണർമാരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. വേറെ രാഷ്ട്രീയമൊന്നും അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, അദ്ദേഹത്തെ ആ രീതിയിൽ നമ്മൾ കാണുന്നില്ല, അങ്ങനെ കാണുന്നില്ല. അതായത് അദ്ദേഹത്തിന് അത്ര ചെയ്താൽ മതി എന്ന് തോന്നിയാൽ അത് മതി. ഗവർണർ നയപ്രഖ്യാപന ദിവസം വായിക്കാതിരുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് വായിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഗവർണർ ചെയ്യേണ്ട കാര്യം. നീരസം പ്രകടിപ്പിച്ചതായിട്ട് തോന്നുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ നമ്മള്. ചിരിച്ചല്ലോ, എല്ലാം നോക്കി.
നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനം. കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചു. സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വം നിലനിൽക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരത്തിനായി സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായതായും നയപ്രഖ്യാപനത്തിലുണ്ട്. വി അരുൺ ചേർന്നു. അരുൺ, കേന്ദ്രത്തിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമുണ്ട്. ആ വിമർശനം എത്രത്തോളം കടുപ്പിച്ചുള്ളതാണ്? പ്രതിപക്ഷം ആ രീതിയിലല്ല എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിമർശനങ്ങളെയും കൂടി കാണേണ്ടത്? പ്രതിപക്ഷത്തിന്റെ ആ കാര്യത്തിലെ ആരോപണത്തെ അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ചട്ടപ്പടി വിമർശനമായി കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം മാറി എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും ധനകാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് കേന്ദ്രത്തിനെതിരെ നയപ്രഖ്യാപനത്തിൽ കാര്യമായ വിമർശനമുള്ളത്. സാധാരണഗതി എല്ലാ നയപ്രഖ്യാപന പ്രസംഗങ്ങളിലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുകൾക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ വലിയൊരു വിമർശനത്തിന് സർക്കാർ തയ്യാറായിട്ടില്ല. ആ പ്രതിപക്ഷ വിമർശനത്തെ സ്വാഭാവികമായും അങ്ങനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഈ കേന്ദ്ര വിമർശനം ഇതിൽ പറയാനുള്ളത് പി രാജീവ് പറഞ്ഞതുപോലെ ഈ 136ാമത്തെ പാരഗ്രാഫിൽ ഇതിന്റെ കൺക്ലൂഷനിൽ പറയുന്ന മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ല, മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹിക എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിനും പരിഗണനമെന്ന ഭാഗത്ത് ഒരു രാഷ്ട്രീയം പറയാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് അയോധ്യ ഉൾപ്പെടെ വിഷയങ്ങളുമായി നമുക്ക് ചേർത്ത് വായിക്കാം. പരോക്ഷമെങ്കിലും അവിടെയാണ് ഒരു കൃത്യമായ രാഷ്ട്രീയ വിമർശനം ഇതിലുള്ളത്. മറ്റതെല്ലാം ധനസംബന്ധിയായ കാര്യങ്ങളിലൊക്കെ ഉള്ളത് ഒരു ചട്ടപ്പടി വിമർശനമായി മാത്രമേ കാണാനാകൂ. ഈ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, കേന്ദ്രവും സംസ്ഥാന ബന്ധം, അതൊക്കെ പരിഗണിക്കുമ്പോൾ കാര്യമായ വിമർശനം ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ശരി, വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മസാല ബോണ്ടിലെ ഫെമ നിയമ ലംഘനം സംബന്ധിച്ച് സമൻസിൽ കിഫ്ബി പ്രതികരിക്കണമെന്ന് ഹൈക്കോടതി. ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച്. കിഫ്ബി സഹകരിച്ചാൽ കേസന്വേഷണം വേഗം തീർക്കാൻ തയ്യാറാണെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചു. എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും കിഫ്ബി ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. ഇഡി നൽകിയ 6 സമൻസുകളും ഒരേ സ്വഭാവമുള്ളതാണ്. കിഫ്ബി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേരിട്ട് ഹാജരായി മറുപടി നൽകി. എന്നിട്ടും സമൻസ് ആവർത്തിക്കുകയാണെന്നും കിഫ്ബി അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി ഇഡിക്ക് നൽകി. കിഫ്ബിക്ക് വേണ്ടി ഹാജരാകുന്ന സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താറിന്റെ സൗകര്യം കണക്കിലെടുത്ത് ഹർജി ഫെബ്രുവരി 1 വീണ്ടും പരിഗണിക്കാൻ മാറ്റി. വിവരങ്ങളുമായി CN പ്രകാശ് ചേരും. എന്തായാലും ഹൈക്കോടതി നിരീക്ഷണമാണ് നമ്മൾ കണ്ടത്. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച സമൻസിൽ കിഫ്ബി പ്രതികരിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യം. കിഫ്ബി സഹകരിച്ചാൽ കേസന്വേഷണം വേഗം തീർക്കാൻ തയ്യാറാണെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. CN പ്രകാശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രകാശ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ? മസാല ബോർഡിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച സമൻസിൽ കിഫ്ബി പ്രതികരിക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാനുള്ള വിവേചന അധികാരം ഉണ്ട്. എന്നാൽ പോലും സഹകരിക്കണം, അന്വേഷണം വേഗം തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സഹകരിക്കണം എന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കിഫ്ബി സഹകരിച്ചാൽ കേസന്വേഷണം വേഗം തീർക്കാൻ തയ്യാറാണെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് കിഫ്ബി ഇന്ന് ഹൈക്കോടതിയെ ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇഡി നൽകിയ 6 സമൻസുകളും ഒരേ സ്വഭാവമുള്ളതാണെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് കിഫ്ബിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. കേസ് ഫെബ്രുവരി 1 വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. മസാല ബോണ്ട് വഴിയുള്ള ഫണ്ട് നൽകുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇഡി കിഫ്ബിക്ക് സമൻസ് നൽകിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കിഫ്ബി ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത്. ശരി, CN പ്രകാശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള UDF ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് തുടങ്ങാനിരിക്കെ നിലപാട് വ്യക്തമാക്കി കേരള കോൺഗ്രസ്. കോട്ടയം സീറ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് മോൻസ് ജോസഫ് ന്യൂസ് 8നോട് പ്രതികരിച്ചു. UDF നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സീറ്റ് വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല. സീറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ എന്നും മോൻസ് ന്യൂസ് 8നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ UDFൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യ ദിനത്തിൽ കേരള കോൺഗ്രസുമായാണ് കണ്ടോൺമെന്റ് ഹൌസിൽ വെച്ച് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചകളെ കേരള കോൺഗ്രസ് നോക്കിക്കാണുന്നത്? കേരള കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായിട്ടും ഇന്ന് UDFന്റെ ചർച്ചയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ
കേരള കോൺഗ്രസിന്റെ ആവശ്യം UDFന്റെ മുൻപിൽ ഉന്നയിക്കുക എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. തീർച്ചയായിട്ടും പാർട്ടിയുടെ ആവശ്യം UDFന്റെ മുമ്പിൽ ഉന്നയിക്കുന്നതാണ്. അല്ല, അതിനകത്ത് ഈ കോട്ടയം സീറ്റ് നിങ്ങൾ ആവശ്യപ്പെടുമെന്നൊരു അഭ്യൂഹമുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? കേരള കോൺഗ്രസ് UDFൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് കോട്ടയം സീറ്റാണ്. അപ്പോൾ കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസിനൊരു ക്ലെയിമുണ്ട്. കേരള കോൺഗ്രസിന്റെ തിരിച്ചു ന്യായമായ ഒരു ആവശ്യം UDFൽ ഉന്നയിക്കുക എന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതല്ല, അതിനകത്ത് UDFൽ കേരള കോൺഗ്രസിനുള്ള ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട് കൂടിയാണ് നിൽക്കുന്നത്. അത് പൂർണ്ണമായിട്ട് ഞങ്ങളത് വിശ്വാസമുണ്ട്. പാർട്ടി തീർച്ചയായിട്ടും അതിന്റെ ആവശ്യം ഉന്നയിക്കുന്നു. UDF അത് മാന്യമായ സ്നേഹപൂർവ്വം പരിഗണിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്ക്. അല്ല, ഈ അവിടെ പ്രധാനമായും ഈ സീറ്റ് വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ടെന്നാണ് അഭ്യൂഹം. അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാട് UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ കേരള കോൺഗ്രസ് ആ വിഷയത്തെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ അങ്ങനെ വിഷയമില്ല. ഇപ്പൊ കേരള കോൺഗ്രസിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയമില്ല. ഞങ്ങളൊരു കാര്യം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളോട് കോൺഗ്രസും അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഇത്തരം ചർച്ചകളെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നതിന് പ്രസക്തിയില്ല. നമുക്ക് UDFന്റെ ചർച്ചയിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ലീഡർഷിപ്പ് അതിനകത്ത് ഉഭയകക്ഷി ചർച്ചയിലൂടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ ആ ചർച്ചകൾ സുതാര്യമായും സുഗമമായും നടക്കും. അതിനുശേഷം അല്ലാതെ ഇത് മറ്റു കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്ന ജയസാധ്യതയുള്ള പേര് ആരായിരിക്കും? ഒരു പേരും വെച്ചിട്ടില്ല. ഇപ്പൊ ആദ്യത്തെ പ്രശ്നം പാർട്ടിക്ക് സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. ആദ്യത്തെ പ്രശ്നം അതാണ്. ഇപ്പൊ പാർട്ടിയുടെ മുമ്പിൽ ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് UDFന്റെ ചർച്ചയിലേക്ക് കേരള കോൺഗ്രസ് വരുന്നു. കേരള കോൺഗ്രസ് ആ ചർച്ചയിൽ കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം UDF സീറ്റ് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ആരാണ് മത്സരിക്കേണ്ടതെന്നുള്ള വിഷയത്തിന്റെ പ്രസക്തിയുള്ളൂ. അത് പാർട്ടി പിന്നീട് ആലോചിക്കും. പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ള പരിശോധിച്ച് തീരുമാനിക്കും. എന്തായാലും വളരെയധികം നന്ദി, നിലപാട് വ്യക്തമാക്കിയാണ്. ഇടവേള. കേരള പോലീസിന്റെ ഫോറൻസിക് വിഭാഗത്തിലെ സയന്റിഫിക് ഓഫീസർ നിയമനത്തിന് മതിയായ യോഗ്യതയുള്ളവരെ പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപം. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും MPhilഉം നേടിയവർ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ ഇടം പിടിക്കുമ്പോൾ ഫോറൻസിക് സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികൾ പുറത്താവുകയാണ്. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട്. വിഭാഗം കുറ്റാന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വിഭാഗമാണ്. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ചാർജ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കോടതി അംഗീകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ നിർണായകമാണ്. പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് ശാസ്ത്രീയ പിന്തുണ നൽകേണ്ട ചുമതലയാണ് ഫോറൻസിക് ഓഫീസർമാരുടേതെന്ന് പറയാം. അതായത് ഒരു കേസിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായക ദൗത്യം നടത്തേണ്ടവരാണ് ഫോറൻസിക് വിഭാഗത്തിലെ സയന്റിഫിക് ഓഫീസർമാർ. കൃത്യം നടത്തിയെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തുക, കൃത്യം നടത്തിയ ആയുധങ്ങളിൽ നിന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക, സൈബർ കുറ്റങ്ങളാണെങ്കിൽ ഹാർഡ് ഡിസ്കുകളുടെയും മറ്റ് സൈബർ സങ്കേതങ്ങളുടെയും പരിശോധന, അങ്ങനെ സങ്കീർണമായ ചുമതലകൾ നിർവഹിക്കേണ്ടവരാണ് സയന്റിഫിക് ഓഫീസർമാർ. വ്യത്യസ്ത മേഖലകളിൽ ആഴത്തിലുള്ള അവഗാഹം ഈ തൊഴിലിന് നിർബന്ധം. എന്നാൽ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർമാരുടെ തസ്തികയിൽ ജോലി ചെയ്യാൻ PSC നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത നമുക്കൊന്ന് പരിശോധിക്കാം. 50% കുറയാതെ മാർക്കോടെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബിരുദാനന്തര ബിരുദം. ഇതേ വിഷയങ്ങളിൽ MPhil ഉള്ളവർക്ക് മുൻഗണന. ഇത്രയും മതി സംസ്ഥാന പോലീസിലെ സയന്റിഫിക് ഫോറൻസിക് ഓഫീസറാകാൻ. വ്യത്യസ്തവും സങ്കീർണവുമായ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അവഗാഹം PSC ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഇത്തരം യോഗ്യതയുള്ളവരോ ഇത്തരം കോഴ്സുകളോ ഇല്ലാഞ്ഞിട്ടല്ല. വർഷം തോറും ഫോറൻസിക് സയൻസ് കോഴ്സ് പഠിച്ച് നിരവധി പേർ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് PSC ഇത് പരിഗണിക്കുന്നില്ല? ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണെന്ന് PSC പറയുന്നു.
അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാരും പറയുന്നു. ഓരോ ദിവസവും കുറ്റവാളികൾ ശാസ്ത്രത്തിന്റെ പുതിയ സാധ്യതകൾ തേടുമ്പോൾ അവരെ പിടിച്ചുകെട്ടാൻ, ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരും വൈദഗ്ധ്യമുള്ളവരാകണം. അതുറപ്പാക്കേണ്ടത് PSCയും സർക്കാരുമാണ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥികളാണ് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമ ബംഗാളിൽ ബോഷിർഘട്ട് അതിർത്തി വഴിയാണ് യാത്ര ബംഗാളിലേക്ക് കടന്നത്. പൊതുസമ്മേളനത്തെ രാഹുൽ ഗാന്ധി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. യാത്ര പശ്ചിമ ബംഗാളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ബംഗാളിലെ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തൃണമൂൽ നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5750, പവന് 46,000. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4750, പവന് 38,240. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.